ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം കൂടെ കൂട്ടാൻ പാകത്തിനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. അപ്പം നല്ല മുരിഞ്ഞ ദോശയുടെ കൂടെയെല്ലാം നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ അതിലേക്കൊരു 10-30 ചുമന്നുള്ളി ചെറുതായി തൊലി കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തത്. വലിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കി ഇടാം. അത് ഇട്ട് കൊടുക്കുക. അത് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി ചെറുതായിട്ട് ഇങ്ങനെ കളറ് മാറി തുടങ്ങുന്ന സമയത്ത് വേണം വേറെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഉള്ളി കഴുകിയെല്ലാം എടുക്കുന്നതായതുകൊണ്ട് അത് ചൂടുള്ള എണ്ണയിലേക്ക് ഇടുമ്പം അത് പൊട്ടിയ എണ്ണയെല്ലാം മേത്ത് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഉള്ളി വെള്ളമെല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പൊട്ടലെല്ലാം നിൽക്കും കേട്ടോ, എണ്ണ പൊട്ടലെല്ലാം നിൽക്കും. അപ്പോൾ ഉള്ളി എന്നിട്ട് അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുന്ന സമയത്ത് വേണം നമുക്ക് വേറെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 4 വലിയ വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ അല്ലി ആയതുകൊണ്ടാണ് അത് 4 ആക്കിയത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 7 ചേർത്ത് കൊടുക്കാം. ചെറിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 7 അല്ലി ചേർത്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം ഇത് വെളുത്തുള്ളിയെല്ലാം ശരിക്കും കളറ് മാറണം, മുരിഞ്ഞ് കിട്ടണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. വെളുത്തുള്ളിയെല്ലാം ശരിക്കും മുരിഞ്ഞ് കഴിയുന്ന സമയത്ത് ഒരു ചെറിയൊരു തക്കാളി നീളത്തിൽ മുറിച്ചത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി എല്ലാം ശരിക്കും വഴന്ന് എണ്ണയിലേക്ക് ചേർന്ന് കിട്ടണം, ശരിക്കും വാടി മുരിഞ്ഞ് കിട്ടണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. എന്ത് സാധനവും നല്ലപോലെ മുരിച്ചെടുക്കുമ്പോഴാണ് ഇത് അധികം ദിവസം കേടാകാതെ ഇരിക്കുന്നതും ടേസ്റ്റ് കൂടുന്നതും. ഇപ്പോൾ ആ തക്കാളിയും എല്ലാം ശരിക്കൊന്ന് വാടി കളർ മാറി ശരിക്കൊന്ന് മുരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തോരം സമയം എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് കൂടും. ഇനിയിപ്പോൾ തക്കാളിയും ഇതെല്ലാം ശരിക്കും മുരിഞ്ഞ് കഴിയുന്ന സമയത്ത് ഞാനിതിലേക്കൊരു 10-20 ചുവന്ന മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എരിവിനും ഇഷ്ടത്തിനും അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 10-15 എണ്ണ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കാം, ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. ചുവന്ന മുളക് ഞെട്ടെല്ലാം കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ചിലപ്പം പൊട്ടിത്തെറിക്കും. അപ്പോൾ മുളകും ശരിക്കൊന്ന് ഒടിക്കുന്ന പാകത്തിന് ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അതുവരേക്ക് മുളകും ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ മുളകെല്ലാം ശരിക്കും ഒടിക്കുന്ന പാകത്തിനായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ചൂടാറിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ശരിക്കും ചൂടാറി കഴിഞ്ഞതിന് ശേഷം വേണം ഇത് അരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കോരി മാറ്റി വയ്ക്കാം. എണ്ണ നമുക്ക് വേറെ ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് എണ്ണയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇത് കോരി ശരിക്കും ഒട്ടും എണ്ണയില്ലാതെ മാറ്റി എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിവിടെ എണ്ണയിൽ നിന്ന് മാറ്റി എടുത്ത് വച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ സെയിം വെളിച്ചെണ്ണ തന്നെ ആവശ്യമുണ്ട്. വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഉണ്ട്, അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി, മുളകും വെളുത്തുള്ളി തക്കാളി എല്ലാം ശരിക്കും ചൂടാറി കിട്ടിയിട്ടുണ്ട്. ശരിക്കും ചൂടാറി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് ശരിക്കും ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അരയ്ക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നേരത്തെ ചേർത്തിരുന്നില്ല. അപ്പോൾ സാധാരണ ഇങ്ങനത്തെയെല്ലാം നമ്മൾ പണ്ട് അമ്മിയിലെല്ലാം അരയ്ക്കുമ്പോൾ നമ്മൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇപ്പോൾ മിക്സിയിൽ അരയ്ക്കുന്നതായതുകൊണ്ട് പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയുപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് മിക്സിയുടെ ഇത് അടച്ചിട്ട് നമുക്ക് ശരിക്കും ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം ഇത് ശരിക്കും ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ അതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും അരഞ്ഞില്ല, ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചതഞ്ഞ് കിടക്കുന്നതും ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിയെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ചതഞ്ഞെല്ലാം കിടക്കുന്നതും കുറച്ച് ടേസ്റ്റിയാണ്. ഇപ്പോൾ അതിവിടെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ടൊരു സ്റ്റെപ്പ് കൂടെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വെളിച്ചെണ്ണ മാറ്റി വെച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വെളിച്ചെണ്ണ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഒന്നുകൂടെ ചൂടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഈ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അതൊന്ന് കടുക് വറുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ശരിക്കും ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. കടുക് കുറച്ച് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചമ്മന്തിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കടുക് ശരിക്കും ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം വേണം ബാക്കി വേറെ കുറച്ച് സാധനങ്ങളും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ കടുക് ശരിക്കും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഞാനിതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്കത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം.
ഉഴുന്ന് പരിപ്പ് ഒന്ന് ശരിക്കൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഉഴുന്ന് പരിപ്പ് ശരിക്കും മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. മൊരിയുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ അത് ഉഴുന്ന് പരിപ്പ് ശരിക്കും മൊരിഞ്ഞ് കഴിയുമ്പം ഞാൻ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് കറിവേപ്പിലയും ശരിക്കും ഒന്ന് മൊരിച്ചെടുക്കണം. എല്ലാ സാധനവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. കരിവേപ്പില ശരിക്കും ഒന്ന് മൊരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് വേറെ കുറച്ച് സാധനം ചേർത്ത് കൊടുക്കാനുണ്ട്. കരിവേപ്പില ശരിക്കും വെള്ളമെല്ലാം വറ്റിയിട്ട് ഒന്ന് മൊരിയട്ടെ. അപ്പോൾ ആ മൊരിയുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സ്പൂൺ അല്ലെങ്കിൽ 3/4 സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടിയും ശരിക്കും മൊരിഞ്ഞ് കഴിയുമ്പം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന ചമ്മന്തി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചമ്മന്തി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ചമ്മന്തി ചേർത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇത് ശരിക്കൊന്ന് വെളിച്ചെണ്ണയിലും ഈ കറിവേപ്പിലെല്ലാം ശരിക്കൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പം വല്ലാതെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആയതുകൊണ്ട് ചിലപ്പം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് വരട്ടി എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. നല്ല എളുപ്പമാണ് കേട്ടോ. ഇത് 2-3 ദിവസമൊക്കെ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാനും പറ്റും. ജോലിക്കാർക്കൊക്കെ നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ 2-3 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഇത് ദോശയുടെ കൂടെ കൂട്ടി കഴിക്കാനാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ്. 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാം, അതിനും കുഴപ്പമില്ല. പുറത്തെടുത്ത് കുറച്ച് സമയം വെച്ചാൽ ശരിക്കും അത് നല്ലപോലെ ഇങ്ങനെ അലുത്ത് കിട്ടും. ഇപ്പോൾ ഞാൻ 2 ദിവസം ഒന്ന് ഫ്രിഡ്ജ് വെച്ചായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഇതങ്ങനെ കാണിച്ചു തരുന്നത്. അത് എണ്ണയെല്ലാം ഒന്ന് കട്ടിയാവുന്ന മാത്രമേ ഉള്ളൂ. കുറച്ച് സമയം ചൂട് കൊണ്ട് കഴിയുമ്പം അത് ശരിക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അതേ ടേസ്റ്റ് തന്നെയാവും. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ദോശയാണ് ഉണ്ടാക്കിയത്. നല്ല മൊരിഞ്ഞ ദോശയുടെ കൂടെയാണ് കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും. താങ്ക്